പ്രണയവർണ്ണങ്ങൾ. രചന അവതരണം മിത്രവിന്ദ. തൻ്റെ അഭിനയമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഈ ഗൗരിയുടെ മനസ്സ് അത് കണ്ട് തനിക്ക് മാപ്പ് തരുമെന്നും താൻ കരുതണ്ട. അവളുടെ വാക്കുകളിൽ മൂർച്ചയേറിയിരുന്നു. ഹരിപക്ഷെ ഒന്നും മിണ്ടിയില്ല. അവൻ മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് ബാൽക്കണിയിലേക്ക് പോയി. വെറും തറയിൽ അവൻ കിടന്നു. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ്. അവയെ നോക്കിക്കൊണ്ട് കിടക്കുകയാണവൻ. പൗർണമി ആയതിനാൽ നല്ല നിലാവെളിച്ചം ആവോളം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായി താൻ ഗൗരിയെ കണ്ടതും ഒരു പൗർണമി നാളിലായിരുന്നു. അന്ന് രാത്രിയിൽ താൻ ഇതുപോലെ തൻ്റെ സ്വപ്നം പങ്കുവെച്ചതും ഈ നിലയോടും അവൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് മിന്നിത്തിളങ്ങുന്ന 1000 താരകങ്ങളോടുമായിരുന്നു. അന്ന് അവയെല്ലാവരും കൂടി പുഞ്ചിരിച്ചുകൊണ്ട് അവനെ ആശീർവദിക്കുകയായിരുന്നുവെന്ന് അവന് തോന്നി. ഇന്നും അതേ ചിരിയോടെ അതേ നിലാവെളിച്ചത്തോടെയാണ് അവ നിലകൊള്ളുന്നത്. പക്ഷെ ഗൗരി തന്നെ വെറുക്കുകയായിരുന്നു അവൾ ഓരോ നിമിഷവും. അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും താനായിട്ട് തല്ലിക്കെടുത്തിയെന്ന്. 1 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു ദാമ്പത്യമാണ് താനും അവളും തമ്മിലുള്ളത്. അത് കഴിഞ്ഞ് അവൾ തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകുമെന്ന്. അവൾ സ്നേഹിക്കുന്ന പുരുഷൻ്റെ അരികിലേക്ക്. അന്തരാത്മാവിൽ ഏങ്ങലുകൾ അലയടിക്കുകയാണ്. താൻ വീണ്ടും. അവൻ മെല്ലെ അവളെ കണ്ട നാൾ മുതലുള്ള ഓർമ്മകളിലേക്ക് പോവുകയാണ്. എല്ലാം അവളെയും ചേർത്തിരുത്തി പറയണമെന്ന് ഒരുപാട് മോഹിച്ചതാണ്. ഈ ചന്ദ്രനെയും താരകങ്ങളെയും സാക്ഷിയാക്കി തൻ്റെ പ്രണയം പറയുവാനായി കാത്തിരുന്നതാണ് താൻ. അകത്ത് ലൈറ്റ് അണഞ്ഞതുപോലെ തോന്നിയവന്. അവൻ മെല്ലെ എഴുന്നേറ്റു. കിടക്കയിലേക്കൊന്ന് നോക്കി. ഗൗരി ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞതും ഹരിയും പോയി ബെഡിലേക്ക് കിടന്നു. അവൾ അപ്പോൾ ഉറക്കം പിടിച്ചിരുന്നു. പുലരി വരുവാൻ ഇനി അല്പസമയം കൂടിയുള്ളൂ. അവൻ അപ്പോഴും ഉറങ്ങാതെ കിടക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നോർത്തപ്പോൾ അവന് ആകുലതകൾ വർദ്ധിച്ചു. എന്നാലും അവൻ ഒരു തീരുമാനമെടുത്തിരുന്നു. അവളോട് അത് തുറന്നു പറയുവാനും ഹരി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഗൗരി കൃത്യം 5 മണിക്കുണർന്നു. അവൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഹരി ബെഡിൽ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. കിടക്ക വിട്ട് എഴുന്നേറ്റിട്ട് അവൾ നേരെ കുളിക്കുവാനായി വാഷ്റൂമിലേക്ക് പോകുകയായിരുന്നു. കുളിച്ചു ഫ്രഷായി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ദേവിയമ്മ ഉണർന്നിട്ടുണ്ട്. പൂജാമുറിയിൽ നിന്ന് അവർ കീർത്തനം ചൊല്ലുന്നത് ഗൗരി കേട്ടു. അതും കേട്ടുകൊണ്ട് അവളും പൂജാമുറിയിലേക്ക് കയറി. അവളെ കണ്ടതും ദേവിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു. ആ, മോൾ ഇത്രയും കാലത്തെ ഉണരുമോ? ഇവിടെ ആരും ഈ സമയത്ത് ഉണരില്ല. ഞാൻ പക്ഷേ എന്ന് 4 മണി കഴിഞ്ഞുണരും. ഇവിടെ ഇങ്ങനെ കുറേ സമയമിരിക്കും. ഭഗവാന്റെ മുന്നിലേ എല്ലാം മറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു വല്ലാത്ത അനുഭൂതിയാണ് കേട്ടോ. അവര് ഒരു തട്ടത്തിൽ കർപ്പൂര ആരതി ഒഴിഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ കാണിച്ചു. അവളും തൊഴുതു പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പൻ്റെ ചന്ദന വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ ഭഗവാന് ചാർത്തിയ തുളസിമാല അമ്മ കാലത്തെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട്. ഗണപതിയുടെയും തിരുപ്പതി ഭഗവാന്റെയും മൂകാംബിക അമ്മയുടെയും ഒക്കെ വിഗ്രഹം കാണാം അവിടെ. അമ്മ പറഞ്ഞത് 100% ശരിയാണ്. മനസ്സിൽ നിറയെ ഒരു പോസിറ്റീവ് എനർജി വന്ന് നിറഞ്ഞതുപോലെ ഗൗരിക്കും തോന്നിയിരുന്നു ആ നിമിഷത്തിൽ. ചന്ദനത്തിരിയുടെയും പനിനീരിൻ്റെയും ഒക്കെ നൈർമല്യമാണ് അവിടെ ആകെ. മോളൊരു കീർത്തനം ചൊല്ലിക്കേ. അയ്യോ അമ്മേ, ഞാനോ? അതിനെന്താ, മോള് ചെല്ല്, അമ്മ ഒന്ന് കേൾക്കട്ടെ. അവർ അവളെ നോക്കി പറയുകയാണ്. ഗൗരി ഒരു വേള കണ്ണുകൾ അടച്ചു. കേശപാശധൃത പിഞ്ചി കാവതിഥി സഞ്ചലൻ മകരമണ്ഡലം ഹാരജാല വനമാലിക ലളിതം അംഗരാഗകന സൗരഭം. ഭഗവാന്റെ കീർത്തനം അവൾ മനോഹരമായി ചൊല്ലിക്കഴിഞ്ഞ് അവൾ മെല്ലെ കണ്ണു തുറന്നു. അവൾ നോക്കിയപ്പോൾ ദേവി അവളെ വന്ന് തഴുകി. എൻ്റെ കുട്ടി, എന്ത് അസലായാണ് നീ ചൊല്ലുന്നത്. എൻ്റെ ഹരിക്കുട്ടനും ഇതുപോലെ തന്നെയാണ്. അവനായി എൻ്റെ ഗുരുവായൂരപ്പൻ കാത്തു വെച്ചതാണ് നിന്നെ. അത് കേട്ടതും ഗൗരിക്ക് മനസ്സിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു.
അവരെ നോക്കി ഒരു ചിരി വരുത്തിയ ശേഷം പൂജാമുറിയിൽ നിന്നിറങ്ങിയ ഗൗരി വെളിയിൽ നിൽക്കുന്ന ഹരിയാണ് കണ്ടത്. ഒരു വേള ഇരുമിഴികളും കോർത്തു. പെട്ടെന്ന് അവൻ ദൃഷ്ടി മാറ്റി. ആ, ഹരിക്കുട്ടൻ റെഡിയായോ? ദേവിയുടെ ശബ്ദം. ആ അമ്മേ, ഞാൻ പോയിട്ട് വരാം. ഇത് നല്ല കഥ. നീ തനിച്ചു പോകാനോ? മോളെ കൂടി കൂട്ടിക്കൊണ്ടു പോകുമോനെ. എന്നിട്ട് ഗൗരിയുടെ നേരെ തിരിഞ്ഞു. മോളെ ഗൗരി, മോള് വേഗം പോയി റെഡിയാവുക. ഇവിടെ അടുത്തേ ഒരു ശിവക്ഷേത്രമുണ്ട്. ഹരിക്കുട്ടൻ എല്ലാ പ്രദോഷത്തിനും മുടങ്ങാതെ അവിടെ പോകും. മോളോട് ചെല്ല. എന്നിട്ട് മോൻ്റെ ഒപ്പം പോയി തൊഴുതിട്ട് വരൂ. ഗൗരി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി. ബെഡെല്ലാം നീറ്റായി കിടക്കുന്നു. ഷീറ്റൊക്കെ അവൻ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഗൗരി വേഗം റൂമിൽ കയറി. അതിനുശേഷം അവൾ ഒരു സൽവാർ എടുത്ത് ധരിച്ചു. അധികം ഒരുക്കങ്ങളോ ചമയങ്ങളോ ഒന്നുമില്ല. അവൾ വേഗം താഴേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോഴേക്കും ഹരി കാറ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ദേവി ചിരിച്ചുകൊണ്ട് ഉമ്മർത്ത് നിൽപ്പുണ്ട്. ന്യൂസ് പേപ്പറാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഗൗരി അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ പോയി കയറി. ദേവി എന്ത് വിചാരിക്കുമെന്ന് ഓർത്തുകൊണ്ട് അവൾ മുൻസീറ്റിലാണ് ഇരുന്നത്. ഹരി വണ്ടി മുന്നോട്ടെടുത്തു. ദേവി രണ്ടാളെയും കൈ വീശി കാണിക്കുകയാണ്. അമ്പലത്തിലെത്തോളം രണ്ടാളും ഒന്നും സംസാരിച്ചില്ല. പാർക്കിങ്ങിൽ വണ്ടിയിട്ടിട്ട് ഹരി കോവിലിലേക്ക് കയറുവാനായി വന്നു. തനിക്കെന്തെങ്കിലും വഴിപാട് കഴിപ്പിക്കാനുണ്ടോ? അവൻ ഗൗരിയെ നോക്കി ചോദിച്ചു. ഇല്ല. പെട്ടെന്ന് അവൾ മറുപടിയും പറഞ്ഞു. ഹരി മെല്ലെ വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. പതിവ് തന്നെ, അവൻ പറഞ്ഞു. രസീത് എഴുതുന്നയാൾ 2 ചേട്ടെഴുതി അവന് നേർക്ക് നീട്ടി. അതും വാങ്ങിക്കൊണ്ട് ഹരി അയാൾക്ക് ക്യാഷൊക്കെ കൊടുക്കുകയാണ്. വിവാഹം കഴിഞ്ഞുല്ലേ? അയാൾ ചോദിച്ചു. ഇന്നലെയായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് അവൻ ശ്രീകോവിലിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. അവൻ ചെന്നപ്പോൾ കണ്ടു കൈകളോട് കൂടി നിൽക്കുന്ന ഗൗരിയെ. കണ്ണുകൾ അടച്ചു നിന്ന് കൈകൂപ്പി തൊഴുതു പ്രാർത്ഥിക്കുകയാണവൻ. ആ ഹരി, ഇന്നലെ വരാൻ പറ്റിയില്ല. സപ്താഹം നടക്കുമല്ലേ, ആ തിരക്കായിരുന്നേ. വിഷ്ണു നമ്പൂതിരിയെ വഴിപാട് രസീത് ഏൽപ്പിക്കുമ്പോൾ അയാൾ ഹരിയെ നോക്കി പറയുകയാണ്. സാരല്ലേ തിരുമേനി, നമുക്ക് സാഹചര്യമൊക്കെ മനസ്സിലാകുമല്ലോ. ഇതാണോ ആള്? തിരുമേനി ഗൗരിയെ നോക്കി ചിരിച്ചു. തിരുമേനി രസീതും മേടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ആ സമയത്ത് ഗൗരിയും ഹരിയും ശ്രീകോവിലിന് ചുറ്റി പ്രദക്ഷിണമൊക്കെ വെച്ചിരുന്നു. ഭസ്മമെടുത്ത് ഹരി തിരുനെറ്റിയിൽ നീട്ടി വരച്ചു. പ്രസാദം വാങ്ങുവാനായി അപരിചിതരെ പോലെ രണ്ടാളും മാറി നിൽക്കുകയാണ്. 1-2 ആളുകൾ മാത്രമേ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്പം കഴിഞ്ഞതും തിരുമേനി ഇറങ്ങി വന്നു. അർച്ചന കഴിപ്പിച്ച പ്രസാദം അദ്ദേഹം ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു. കുട്ടി, മംഗല്യം കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഉറപ്പായും ഭർത്താവിൻ്റെ ദീർഘായുസിനായി സിന്ദൂരം നെറുകയിൽ അണിയണം. ഇക്കാര്യം ഒരിക്കലും മറക്കരുത് കേട്ടോ. അവൾ പതിയെ ശിരസ് ചലിപ്പിച്ചു. ഭാര്യ സമയത്തിനായ ത്രിലോകനാഥനാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഹരി ഉമാമഹേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രസാദത്തിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് കുട്ടിയെ അണിയിപ്പിക്കൂ. തിരുമേനി ഹരിയോടായി പറയുകയാണ്. അവൻ ഗൗരി ഒന്ന് നോക്കി. അവൾ അവനെയും. പെട്ടെന്ന് അവൾ തൻ്റെ കയ്യിലിരിക്കുന്ന ഇലച്ചീന്ത് അവൻ്റെ നേർക്ക് നീട്ടി. അവൻ അല്പം സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തിക്കൊടുത്തു. തിരുമേനിയോട് യാത്ര പറഞ്ഞിട്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി. ക്ഷേത്രത്തിന് വെളിയിലേക്ക് വന്ന ശേഷം ഹരി പാർക്കിങ്ങിലേക്ക് നടന്നു. തിരികെ വീടെത്താറായപ്പോൾ ഹരി അവൻ്റെ വണ്ടി ഒതുക്കി നിർത്തി. അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ തല ചായച്ചു കിടക്കുകയാണ്. ഗൗരിയാണെങ്കിൽ വെറുതെ വെളിയിലേക്ക് നോക്കിയിരിക്കുന്നു. ഗൗരി, കുറച്ച് കഴിഞ്ഞതും അവൻ വിളിച്ചു. അവൾ പക്ഷെ അവനെ നോക്കിയതേയില്ല. താൻ ഇന്നലെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അവൻ്റെ ശബ്ദം ദൃഢമായി. അവൾ കാത് കൂർപ്പിച്ചു. തൻ്റെ ഇഷ്ടം പോലെ ആവാം. ഞാൻ അതിൽ തന്നെ തടയില്ല. 1 വർഷം കഴിയുമ്പോൾ തനിക്ക് പോകാം. അതുവരെ
നമ്മൾ നമ്മൾ രണ്ടാളുമല്ലാതെ മൂന്നാമതൊരാൾ ഇക്കാര്യങ്ങളൊന്നും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ നീ കാണുന്നത് ഈ ഹരിയുടെ മറ്റൊരു മുഖമായിരിക്കും. നിനക്ക് നിന്റെ ജീവിതത്തിൽ പിന്നെ ഡിവോഴ്സ് കിട്ടുകയുമില്ല, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാനും സാധിക്കില്ല. നിന്റെ കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കുകയുമില്ല. അതുകൊണ്ട് നമ്മളല്ലാതെ ആരും ഇതറിയരുത്. എല്ലാവരുടെയും മുൻപിൽ നമ്മൾ സ്നേഹനിധികളായ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. നിനക്ക് പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതും ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ നേർക്ക് നോക്കി. അവളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛ ചിരി വിരിഞ്ഞു. അത് കണ്ടതും അവന് കലി കയറി. പക്ഷേ ഹരി സംയമനം പാലിച്ചുകൊണ്ട് അവളോട് പിന്നീട് ഒന്നും സംസാരിക്കാനേ പോയില്ല. ഞാൻ പറഞ്ഞത് നീ കേട്ടല്ലോ അല്ലേ? അവൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. കേട്ടു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളോട് മിണ്ടാൻ പോലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് വെറുപ്പാണ് നിങ്ങൾ. എനിക്ക് അറപ്പാണ്. അവൾ പറഞ്ഞു തുടങ്ങിയതും കൈയെടുത്ത് അവൻ അവളുടെ ഇരുഅധരങ്ങളും മൂടി. ഗൗരി അവനെ തുറിച്ചു നോക്കി. നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളല്ലേ ഉള്ളൂ ഇനിയും പറയാൻ? അത് ഇനി പ്രത്യേകിച്ച് ആവർത്തിക്കണ്ട. അവൻ തൻ്റെ കൈകൾ പിൻവലിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എൻ്റെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെടാൻ വന്നേക്കരുത്. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഗൗരി ഹരിയെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. നിന്റെ ഒരു കാര്യത്തിൽ ഞാൻ വരില്ല. പിന്നെ ഞാൻ ചാർത്തിയ ഈ താലി ഇട്ടുകൊണ്ട് നീ കണ്ടവൻ്റെ കൂടെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതും 1 വർഷം കഴിഞ്ഞ് ലീഗലി നമ്മൾ ഡിവോഴ്സ് ആയതിനു ശേഷം. നീ പിന്നെ എന്തോ ആയിക്കോ. സമ്മതമാണോ? അത്രയ്ക്ക് നിങ്ങളെപ്പോലെ തരം താഴ്ന്നവളല്ല ഈ ഗൗരി, അവൾ വീറോടെ പറഞ്ഞു. അതൊന്നും നീ എന്നോട് പറയണ്ട. ഞാൻ കെട്ടിയ ഈ താലിയിൽ നിനക്ക് അവകാശമില്ലെങ്കിലും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. അതിൽ നിന്നിലുള്ള അവകാശം സ്ഥാപിക്കാനും അല്ല കേട്ടല്ലോ. പറഞ്ഞുകൊണ്ട് ഹരി വണ്ടി മുൻപോട്ടെടുത്തു. പുറത്തെ കാഴ്ചകളിൽ കണ്ണു നട്ട് ഗൗരിയിരുന്നു. പക്ഷേ അവളുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. ഇരുവരും തിരികെ വീട്ടിലെത്തിയപ്പോൾ അച്ഛനും മുത്തശ്ശിയും സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. കാറ് വരുന്നത് കണ്ടതും മുത്തശ്ശി ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഗൗരി കാറിൽ നിന്നിറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ്. മിടുക്കിക്കുട്ടി, ഇങ്ങനെ വേണം പെൺകുട്ടികളായാൽ. കാലത്തെ തന്നെ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടുല്ലേ? ഓ, അവൾ മെല്ലെ പറഞ്ഞു. ഗോപിനാഥ മേനോനും അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു പെൺകുട്ടിയാണ് ഗൗരിയെന്ന് അയാൾ ഓർത്തു. മോള് കയറിച്ചെല്ല്, അയാൾ പറഞ്ഞു. അവൾ ഭവ്യതയോടെ മുത്തശ്ശിയുമായി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഹരി ഇറങ്ങി വന്നു. അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് ഒരു ഫോൺ വന്നതും അയാൾ ഫോൺ എടുത്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അവിടെ കിടന്ന ഒരു ചെയറിൽ അവനിരുന്നു. ന്യൂസ് പേപ്പറൊക്കെ ഒന്നെടുത്ത് ഓടിച്ചു നോക്കുകയാണ്. അച്ഛനെപ്പോഴും സംസാരം തന്നെ. ഹരി, ഇന്ന് എന്താണ് പ്രോഗ്രാം? എവിടേക്കെങ്കിലും യാത്രയുണ്ടോ? കണ്ണനായിരുന്നു അത്. അങ്ങനൊന്നും തീരുമാനിച്ചില്ലേട്ടാ. ഇന്നലത്തെ ഫംഗ്ഷൻ കൂടി കഴിഞ്ഞപ്പോൾ ആകെ മടുത്തുപോയി എല്ലാവരും. അവൻ കണ്ണിനെ നോക്കി പറഞ്ഞുകൊണ്ട് ഒന്ന് മൂരി നിവർന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും നീലിമ കണ്ണിനൊരു കോഫിയുമായി വന്നു. വാവ ഉണർന്നില്ലേ എടത്തി? ഉണർന്നു ഹരി, രേണു ചേച്ചിയുടെ കയ്യിലാണ്. എടത്തി, എനിക്കൊരു സ്ട്രോങ് കോഫി വേണം. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ, ഹരി നീലിമയോട് പറയുകയാണ്. അയ്യടാ, അതൊക്കെ ഇനി നിന്റെ ഭാര്യയോട് പറഞ്ഞാൽ മതി, നീലിമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, എനിക്കൊരു കോഫി കിട്ടിയാൽ മതി. ആരാണെങ്കിലും ശരി, നോ പ്രോബ്ലം. അവൻ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അവൻ ചെന്നപ്പോൾ ഗൗരി ഡ്രസ്സൊക്കെ മാറിയിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുകയാണ്. നിന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മളല്ലാതെ ആരും അറിയരുത്. അറിഞ്ഞാൽ തുടരും. കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് ഫോളോ ചെയ്യണേ.